ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണെങ്കിലും മത്തി കൊണ്ടുള്ള വിഭവങ്ങളാണെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രുചികളാണല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കയും മത്തിയും കൊണ്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഈ ഒരു ഐറ്റം നിങ്ങൾ ഇതുവരെ എവിടെയും കണ്ടിട്ടും ഉണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 50 ചക്കച്ചുള എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എണ്ണ എടുത്തതാണ്. പച്ചച്ചക്കയാണ്. ഇത് നല്ലപോലെ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കിലോ മത്തി വേണം. ആദ്യം നമുക്ക് മത്തി ഒന്ന് കഴുകി വൃത്തിയാക്കിയ മത്തി മസാല പുരട്ടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഈ മീനൊന്ന് മസാല പുരട്ടി മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ അരിഞ്ഞെടുത്ത ആ ഒരു ചക്കച്ചുള നല്ലപോലെ കഴുകിയെടുത്ത് അതിൽ കുറച്ച് ചക്കയുടെ കുരുവുണ്ട് കേട്ടോ. കഴുകിയെടുത്ത് പ്രഷർ കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചക്ക ഉടഞ്ഞു വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോകുമ്പോഴേക്കും ചക്കച്ചുളയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് തേങ്ങ ചിരവിയതും മീഡിയം സൈസിലുള്ള 5-6 അല്ലി ചുവന്നുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും വെള്ളമൊന്നും ചേർക്കാതെ ചതച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചക്കച്ചുള നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു മൺപാത്രം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം ചുവന്നുള്ളി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് തക്കാളി ഉടഞ്ഞു വരുന്ന പോലെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ പോണ സമയത്ത് ഇതിലേക്കുള്ള മസാല പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി. മുളക് പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി പൊടികളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ പോണ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്ത് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. പുളിവെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളിത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാദ്യം എല്ലാ ഭാഗത്തേക്കും ഈ കറിയൊക്കെ എത്തുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മസാല പുരട്ടി വെച്ച മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പച്ചമീനായതുകൊണ്ട് ഈ സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കരുത്. മീനിൻ്റെ മുള്ളും മീനും കൂടെ സെപ്പറേറ്റ് ആവും. ഇതാ ഇനി നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ഈ മത്തിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പോൾ ഞാനൊരു 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുകയാണ്. മീനൊക്കെ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൺപാത്രം ആയതുകൊണ്ട് ആ ചൂടിലിരുന്നിട്ട് കുറച്ച് സമയം കൂടെ ആ ഒരു മീനൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. എന്നിട്ട് ചെറിയൊരു ചൂടിലാണ് ഞാനിപ്പോൾ ഇത് വിളമ്പുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും ഒന്നിച്ച് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചൊരു ഐറ്റമാണ്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ പൊടിഞ്ഞു പോകുന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയായിട്ട് കിട്ടൂല, മീനിൻ്റെ മുള്ളും മീനും സെപ്പറേറ്റ് ആവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മസാല പുരട്ടിയത്, സാധാരണ മസാല പുരട്ടാത്ത മീൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെള്ള കളറിൽ മസാല ഒന്നും പിടിക്കാതെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ മസാല പുരട്ടി വെച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്